അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അല്ലാഹുവിന്റെ വിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ വളരെ സന്തോഷകരമായ ദിനരാത്രങ്ങളിലാണ് അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ ദീന് കേൾക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മൾ ഇതുവരെ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളെയും സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ വിഷയസംബന്ധിയായി സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എടുത്തു പരിശോധിച്ചാൽ നബി ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെല്ലാം ഉണ്ട്. ഒന്ന്, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ ഈ ലോകത്ത് നീ എല്ലാ കാര്യങ്ങളിലും നന്മ നൽകണമേ. കച്ചവടത്തില്, മക്കളില്, വീടില്, എല്ലാത്തിലും ഖൈർ നൽകണം. കഴിഞ്ഞില്ല, അതെല്ലാ ഈ നാട്ടിലത്തെ ആളുകളും തേടുന്നതാണ്. എന്നാൽ മുസ്ലിം അല്ലാത്ത ആള് വരെ അവർ വിശ്വസിക്കുന്ന പടച്ചോനോട് തേടുന്നതാണ് ഈ ദുനിയാവിൽ എല്ലാ നന്മകളും നൽകണമേ. ഇനി ഞാനൊരു വിശ്വാസി മാറുന്നത് അല്ലാഹുവേ പരലോകത്ത് നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ എന്ന് പറഞ്ഞാൽ സ്വർഗം നൽകണമേ. വഖിനാ അദാബന്നാർ, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. ഈ രണ്ടു കാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. സ്വർഗം കിട്ടലും നരകത്തുനിന്ന് രക്ഷപ്പെടലുമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. നമ്മൾ എന്തിനാണ് നോമ്പ് വെക്കുന്നത്? സ്വർഗം കിട്ടണം, നരകത്തുനിന്ന് രക്ഷപ്പെടണം. നമ്മൾ എന്തിനാ നോമ്പ് കാലഘട്ടത്ത് ക്ലാസ് കേൾക്കണം? സ്വർഗത്തുനിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം, നരകത്തുനിന്ന് രക്ഷപ്പെടണം. നമ്മൾ എന്തിനാ സ്വതപ്പ് കൊടുക്കണം, തറാവിശ്വരിക്കണം? എല്ലാത്തിന്റെ ഉത്തരം ആകത്തുക ഇതാണ്: സ്വർഗം കിട്ടണം, നരകത്തുനിന്ന് രക്ഷപ്പെടണം. അള്ളാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ വരുമ്പോ നമ്മുടെ മനസ്സിൽ നിന്നൊരു ചോദ്യം: അള്ളാഹു ആർക്കാണ് സ്വർഗപ്രവേശനവും നരകമോചനവും നൽകുക എന്ന് ഖുർആനിൽ വളരെ ലളിതമായി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആരാധനകൾ പറഞ്ഞിട്ടുണ്ട്, അനുഷ്ഠാനങ്ങൾ പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏതൊരാൾക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ സ്വർഗം കിട്ടുന്ന, നരകത്തുനിന്ന് മോചിതമാകുന്ന വല്ലതും ഉണ്ടോ? പരിശുദ്ധ ഖുർആനിലെ ആയത്ത് സുപരിചിതമായ ആയത്താണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. പരലോകത്തെ കുറിച്ച് അല്ലാഹു അങ്ങനെ പറയാണ്. പരലോകം എന്ന് പറഞ്ഞാൽ മക്കളെ കൊണ്ടോ, പൈസ കൊണ്ടോ, തറവാട് കൊണ്ടോ, ജോലി കൊണ്ടോ ഒന്നും അള്ളാഹു പരിഗണിക്കാത്ത ലോകമാണ്. പിന്നെ ആർക്കാണ് അവിടെ രക്ഷ? ഒറ്റ വാക്കിൽ അല്ലാഹു പറയാണ്, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അതാണ് നമ്മുടെ വിഷയം. അതാണ് നമ്മുടെ വിഷയമായിട്ട് കൊടുത്തത്. ഹൃദയ വിശുദ്ധിയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവനാണ് പരലോകത്ത് രക്ഷ, സമാധാനം, സ്വർഗം, പാപമോചനം, നരകമോചനം. അപ്പൊ നമുക്ക് ഏതൊരാളോടും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടി എങ്ങോട്ട് വന്നിട്ട്, വാപ്പ സ്വർഗം കിട്ടാൻ എന്താ ചെയ്യേണ്ടി, നരകത്തിൽ രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത് എന്നൊരാൾ നമ്മോട് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ഉത്തരാണ് ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ശുദ്ധ ഹൃദയവുമായി അള്ളാഹനെ കണ്ടുമുട്ടാൻ ഒരാൾ തയ്യാറായാൽ അയാൾക്ക് സ്വർഗം ഉണ്ടാവും, നരകത്തുനിന്ന് മോചിതമാവും. അപ്പൊ ശുദ്ധമായ ഹൃദയത്തിനുടമ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പരിമിതി കൊണ്ട്, നല്ല സമയക്കുറവുണ്ട്, 3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളോടും ജീവിതത്തിൽ പകയുമായി മരിച്ചു പോവുകയില്ല എന്ന് തീരുമാനിക്കാനാണ് ഒന്നാമത്തെ നിയ്യത്ത്. ഞാൻ ആ ആയത്തിന്റെ ശറഹ് പറയാണ്. ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ ഖൽബുൻ ലാ ഗില്ല വലാ ഫസദ
വലാ ഫുസൂഖ വലാ ഗില്ല വലാ ഹസദ വലാ ഫുസൂഖ വലാ ഇസ്യാന ഫീ ഖൽബി. നമ്മുടെ ഹൃദയത്തിൽ പക, വിദ്വേഷം, തെറ്റുനിക്കൽ, കാലാകാലം മിണ്ടാതിരിക്കൽ, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാത്ത ഹൃദയമാണ് ഖൽബുൻ സലീം. അവനാണ് സ്വർഗം. നമ്മൾ കുറെ കേട്ടതാണെങ്കിൽ ഞാൻ ചുരുക്കി പറയാണ്. നമുക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ടാകും. ഇപ്പൊ ഈ പള്ളിയിൽ ഇരിക്കണ ഞാനും നമുക്ക് ഓരോ ഉറപ്പുണ്ടാകും. നമ്മൾ മനുഷ്യരാണ്, മലക്കൊന്നല്ല. നമുക്ക് സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്. നമ്മൾ സന്തോഷം കൊണ്ട് കരയും, ദുഃഖം കൊണ്ട് കരയും. അതോടൊപ്പം നമുക്ക് ദേഷ്യം ഉണ്ടാവും. കാരണം മനുഷ്യരാണ്, വാശി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് അംഗീകരിച്ചോണ്ട് പറയാണ്, നമ്മൾ മരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരാളോട് ആജീവനാന്തമായി പകയും വിദ്വേഷവും തെറ്റിയിട്ടാണ് മരിക്കണതെങ്കിൽ അത് പരിഹരിക്കാതെ നമ്മൾ മരിച്ചുപോയത്. അത് പരിഹരിക്കാതെ മരിച്ചുപോയത്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ചാൽ, വളരെ പ്രാധാന്യത്തിൽ നമ്മൾ അറിയാം. നമ്മൾ അള്ളാന്റെ പള്ളിയിലായിരിക്കുന്നത്. പ്രവാചകന്റെ ഹദീസ് പറയാം, കുല്ലു ദുനൂബി യഗ്ഫിറുല്ലാഹു മാ ശാ അല്ലാഹ് ഫീ യൗമിൽ ഇത്നൈനി വ യൗമിൽ ഖമീസ്. എല്ലാ തിങ്കളും വ്യാഴവും നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയും നമ്മുടെ നന്മകൾ അള്ളാഹുലേക്ക് ഉയർത്തുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും നോമ്പാക്കിയത്. ഒരു പ്രവാചകൻ പറയാണ്, ഇല്ലാ റജുലൈനി, രണ്ടാൾക്കാർ, ആണാകാ പെണ്ണാകാ, അവർക്ക് രണ്ടാൾക്കും അള്ളാഹു പാപങ്ങൾ പൊറുക്കണമില്ല, അമലുകൾ അള്ളാഹു തലക്ക് മുകളിലേക്ക് ഉയർത്തണമില്ല. അപ്പൊ സഹാബാക്കൾക്ക് സ്വാഭാവികമായിട്ട് സംശയം, നബിയെ, ഇപ്പൊ നോമ്പാണെങ്കിൽ ഒരു സുഹൂർ നത്താഴത്തിന് എഴുന്നേക്കാത്തതുകൊണ്ടാണോ, അല്ല നോമ്പ് വെച്ചിട്ട് അതിലൊക്കെ വെള്ളം കുടിച്ചതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു നോമ്പ് മുറിയണോ വല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, എന്തുകൊണ്ടാണ് തറാവിസ്കരിച്ചിട്ട് സ്വീകരിക്കില്ല എന്നാ പറഞ്ഞത്? സ്വതക്ക കൊടുത്തിട്ട് സ്വീകരിക്കണില്ല എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യം. സ്വതക്ക കൊടുക്കാൻ മടി കാണിച്ചു എന്നല്ല, അവര് ഈശീത്തെ പൈസ എടുത്താണ് സ്വതക്ക കൊടുത്തു, പക്ഷെ അവരത് സ്വീകരിക്കണില്ല. അവർ ഇമാമിന്റെ ബാക്കിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇമാമിന്റെ ബാക്കിൽ പൂർണ്ണമായും തറാവിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയാണെന്ന് മിമ്പറെന്ന് കേട്ടിട്ട് ഇമാമിന്റെ ബാക്കിൽ 1 മണിക്കൂറോളം തറാവിസ്കരിച്ചു. നബി പറയാണ്, നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹു സ്വീകരിക്കണില്ല. അതൊരു ഗുരുതരമായ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടല്ലേ. ചെയ്യാതെക്കണതും ചെയ്തിട്ട് സ്വീകരിക്കാതെക്കണം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ, ചെയ്തിട്ട് സ്വീകരിക്കണില്ലെങ്കിൽ ഭയങ്കര നഷ്ടാണല്ലോ, പൈസ പോവുക, കാലുമ്പ് നീര് വരിക, പട്ടിണി കിടക്കുക, എന്നിട്ട് സ്വീകരിക്കാതെക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സ്വീകരിക്കാതെക്കാൻ കാരണം അഖവാനി മുത്തസ്വാരിമാനി, ഓരോ അള്ളാഹ് പറഞ്ഞത് കേൾക്കാതെ ഈഗോ വെച്ച് നടക്കുന്നവരാണ്. അള്ളാഹ് പറഞ്ഞത് കേൾക്കാതെ ഈഗോ വെച്ച് നടക്കുന്ന അവർ ജീവിതത്തിൽ എത്ര റമദാൻ വന്നിട്ടും ഒരു സലാം പറയില്ല, ഒരു മുണ്ടില്ല, ഒരു വാശിയിൽ ജീവിക്കുകയാണെങ്കിൽ ആ വാശി പടച്ചോൻ അവരോട് കാണിക്കുകയാണ്. അവർ പരസ്പരം സലാം പറയുന്നത് വരെ അള്ളാഹു ആരാധന സ്വീകരിക്കില്ല. ഞാനിത് നമുക്ക് സങ്കടം ഉണ്ടാകാൻ വേണ്ടി പറയില്ല. റമദാൻ മാറ്റത്തിന്റെ മാസമാണ്. റമദാൻ വെറുതെ ഒരു ആരാധനന്റെ മാസമല്ല. റമദാന്റെ പ്രത്യേകം എന്താ നമ്മള് നിസ്കാരം ചെയ്യലാണ്, റുക്കൂ സുജൂദൊക്കെ ചെയ്യലാണ്, ഹജ്ജ് ചെയ്യലാണ്, കർമ്മം ചെയ്യലാണ്, ഞാൻ സക്കാത്ത് മനുഷ്യന് കൊടുക്കലാണ്, നോമ്പ് ചെയ്യാതെക്കലാണ്. നിസ്കാരവും ഹജ്ജും സക്കാത്തും ഉംറയൊക്കെ ചെയ്യലാണ്, നോമ്പ് ചെയ്യാതെക്കലാണ്, ഭക്ഷണം കഴിക്കാതെക്കലാണ്, ശാരീരിക ബന്ധം പകൽ സമയത്ത് പുലർത്താതിരിക്കലാണ്, ദേഷ്യം വന്നിട്ട് നാമൊന്ന് തെറി പറയാതെക്കലാണ്. അതാണ് നോമ്പ്. അതിൽ ഏറ്റവും പ്രധാനമാണ് എന്റെ പക, എന്റെ ഈഗോ ഞാൻ അള്ളാന്റെ മുന്നിൽ അടിയറവ് വെക്കലാണ് റമദാൻ. റമദാൻ ഒന്നാമത്തെ തീരുമാനം, സ്വർഗം നമുക്ക് കിട്ടാൻ ഖൽബുൻ സലീമാകണം. ഖൽബുൻ സലീമാകാൻ അള്ളാഹു പറഞ്ഞ ഒന്നാമത്തെ മാനദണ്ഡം, മനസ്സിൽ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനോട് തെറ്റിയിട്ടും പകരം ജീവിക്കരുത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സഹാബാക്കൾ ഒരേപോലെ നിൽക്കുകയാണ്, ഒരു സദസ്സിൽ നിൽക്കുകയാണ്. അപ്പൊ വഹി ഇറങ്ങി, നബിക്ക് വഹി ഇറങ്ങി. അപ്പൊ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഇനി സദസ്സിലേക്ക് വരുന്ന ആള് സ്വർഗത്തിലാന്ന് പറഞ്ഞു. അപ്പൊ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ സഹാബാക്കൾ ഇങ്ങനെ നോക്കി നിന്നു. കൊണ്ട് ഹദീസിൽ കാണുന്ന റിപ്പോർട്ടും പറയും, വളരെ സാധാരണക്കാരനായ സഹാബി. ചില റിപ്പോർട്ടിൽ കാണാം, ഈ ചെരുപ്പ് കൈകൾ കൊണ്ട് പിടിച്ചു നടന്നു വരുന്നു. എന്നാൽ വളരെ സാധുവായൊരു മനുഷ്യനെ പറ്റി പറയണം, ഒരു സഹാബികൾ വന്നു. അപ്പൊ സഹാബാക്കൾക്ക് ഭയങ്കര അത്ഭുതമായി. ഇദ്ദേഹം ഞാൻ പറഞ്ഞ ഖുലഫാഉർ റാഷിദീങ്ങളിൽ പെട്ടതല്ല, അറിയപ്പെട്ടു സാധാരണ ഒരു സഹാബിയാണ്.
അതിനത് കഴിഞ്ഞു. മറ്റൊരു സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ വഹി ഇറങ്ങിയിട്ടുണ്ട്, ഈ സദസ്സിലേക്ക് വരുന്ന ആള് സ്വർഗത്തിലേക്കാണ്. സഹാബാക്കൾ വീണ്ടും സാഹുദം നോക്കുന്നു. കഴിഞ്ഞ തവണ വന്ന അതേ സാധു സഹാബി എന്നെ വരികയാണ്. അപ്പൊ വീണ്ടും അത്ഭുതമായി. 3 തവണ ഇതേപോലെ നീ പറഞ്ഞ ഇദ്ദേഹം തന്നെ വന്നു. അപ്പൊ സഹാബാക്കൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. അവരെന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് 2 സഹാബാക്കൾ നിശ്ചയിച്ചു, നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോയി നോക്കി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അപ്പം അറബി ഇസ്ലാമിന്റെ ഒരു പൊതു നിയമമാട്ടോ, നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നടക്കണമെന്നില്ല, എന്നാലും പൊതു നിയമമാണ്. ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ 2 or 3 ദിവസം കഴിഞ്ഞിട്ടാണ് എന്തിനാണ് വന്നത് എന്ന് അന്വേഷിക്കുക. ഒരു പൊതു ഇസ്ലാമിക നിയമമാണ്. നമ്മളിത് വരുമ്പോ ഗേറ്റിന്റെ മുന്നിൽ തന്നെ എന്താ എന്റെ വന്നിരിക്കും, കാക്കെല്ലാം അവിടെ നാട്ടി പറഞ്ഞേക്കുക. അത് നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്, കുഴപ്പമില്ല. എന്താ എവിടെ നിന്ന് വായിച്ചത് കേൾക്കാം. ഈ വരാന്ത എന്നുള്ളത് വരണ്ട എന്നുള്ളതിന്റെ ഇംഗ്ലീഷിനകത്ത് പറഞ്ഞ് വരാന്ത എന്നായതാണ്. അതേപോലെ ഗേറ്റും കൂടി ഇല്ല, അതിന് മുന്നിൽ ഇറക്കി വിടും. ഇസ്ലാമിന്റെ പൊതു തത്വം ആള് വന്ന് ഇരുന്നിട്ടാണ് പിന്നെ എന്താ വന്നത് ഒക്കെ ചോദിക്കേണ്ടി. അങ്ങനെ ഏതായാലും സഹാബാക്കൾ 2 ആൾക്കാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി 2 ദിവസം താമസിച്ചു. 3-ാമത്തെ ദിവസം അവരിങ്ങനെ ഇറങ്ങിയപ്പം ഇദ്ദേഹം ചോദിച്ചാൽ, നിങ്ങൾ എന്തിനാ വന്നിരുന്നത്? 2 ദിവസമായിട്ട് വീട്ടിലുണ്ടല്ലോ അല്ലെ? പറഞ്ഞു, നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ഇനി വരുന്ന ആള് സ്വർഗത്തിലാന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോ നിങ്ങളാണ് വന്നത്, അത് നിങ്ങൾ അറിയിക്കണം. അദ്ദേഹം വളരെ സന്തോഷിച്ചു. നബി പറഞ്ഞത് ഞാൻ പെട്ടോ, ഞാൻ ഭയങ്കര സന്തോഷവാനായി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വന്നത് അതിനല്ല, ഞങ്ങൾ ചെയ്യാത്ത എന്ത് പുണ്യകർമ്മമാണ് നിങ്ങൾ ചെയ്തത് എന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം ഞങ്ങൾക്ക് അതേപോലെ ആ പ്രാർത്ഥനയിൽ പെടാനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ ചെയ്യണ അത്രയൊന്നും ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ അതിന് മാത്രം വലിയ കർമ്മങ്ങളൊന്നും ചെയ്യണില്ലല്ലോ, എനിക്കറിയില്ല കേട്ടോ. അവിടെ ഈ സഹാബാക്ക് ഇങ്ങനെ പോകാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ, ഉറങ്ങണീന്റെ മുന്നേ ഞാൻ എന്റെ മനസ്സിൽ ഒരാളോട് ഹസദോ മിക്കതോ പകയോ വിദ്വേഷമോ പറയോ തീർത്താൽ തീരാത്ത കോപവും ഉണ്ടെങ്കിൽ സലാം പറഞ്ഞിട്ട് ഉറങ്ങുള്ളൂ, അത് വെച്ചിട്ട് ഞാൻ ഉറങ്ങൂല. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂതു എന്ന് പറഞ്ഞതിന് മുന്നേ ഞാനൊരു കാര്യം ഇങ്ങനെ ഉറപ്പിക്കും. എന്താണ്? ഒരു മനുഷ്യനോട് തെറ്റിയിട്ടോ വകയിട്ടല്ല ഉറങ്ങണത് എന്ന് ഞാൻ ഉറപ്പിക്കും. സഹാബാക്കൾ അദ്ദേഹത്തെ അണച്ചു ചേർത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതായിരിക്കട്ടോ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വഴി ഇറങ്ങാൻ കാരണം, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. സോളെ എന്തായാലും മനസ്സിലാകണ്ടല്ലോ, ചെട്ടിയങ്കാടി നിലമ്പൂരിലുള്ള നമുക്ക് ആ വഹീന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗം കിട്ടും. നമ്മൾ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂതു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിപ്പോ മൗലവിനോടോ പെണ്ണുങ്ങളോടോ അല്ലെങ്കിൽ സ്ത്രീകളാണി ഭർത്താവിനോടോ ഒരാളോടും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എനിക്കറിയലോ, എന്റെ മനസ്സ് എനിക്കറിയലോ, ഞാൻ ആരോടെങ്കിലും ഇങ്ങനെയുണ്ടോ എന്ന് പരിശോധിച്ചാൽ റമളാൻ മാറണം. നമ്മൾ എന്തൊക്കെയാ മുണ്ടൂല, സലാം പറയൂല, സലാം പറഞ്ഞാ മടക്കൂല, കല്യാണത്തിൽ ക്ഷണിക്കൂല, ക്ഷണിച്ചാ സ്വീകരിക്കൂല. ഞാനൊരു പള്ളിക്ക് ഇങ്ങനെ കണ്ടു, ഇങ്ങനെ വന്നിട്ടേ ഫ്ലോറിസ് കഴിക്കാൻ നേരത്തെ സ്വപ്പ് ഇങ്ങനെ കിട്ടട്ടെ, ഒരാള് ഇങ്ങനെ കെട്ടാൻ നേരത്തെ ഇവനെ കണ്ടാണ്ട് അപ്പുറത്ത് പോയി കെട്ടി, ഇങ്ങനെ കെട്ടിനോടുന്ന് ഇവനെ കണ്ടിട്ട് ഇവന്റെ അടുത്ത് കെട്ടാൻ കഴിയാട്ട് അവിടെ പോയി കെട്ടിട്ട് കൊണ്ട് അവിടെ പോയാണ്ട് സ്വപ്പ് നേരെയാക്കുന്ന ഹദീസ് പറയണം. ഒരാൾക്ക് എണ്ണം കൊടുക്കാൻ പോകും. സ്വപ്പ് നേരെയാക്കുന്ന ഹദീസിന്റെ ബാക്കി എന്താ അറിയും? സ്വപ്പ് നേരെയാക്കണം, അത് നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഭയങ്കര സംഭവമാണ്. സ്വപ്പ് നേരെയാക്കുന്ന ഹദീസ് ഫുള്ള് വായിക്കണം, എന്നിട്ട് ചുമര് എഴുതി വെട്ടിക്കണം. നിങ്ങൾ കാലുകൾ ചേർത്ത് വെക്കുക, താഴെന്താ? അത് മാത്രമല്ല നബി പറഞ്ഞത്, അതുവഴി വിശ്വാസികളായ നിങ്ങൾക്കിടയിലുള്ള ഹൃദയത്തിന്റെ ഐക്യം നിങ്ങൾക്കുണ്ടാവുന്ന. ഹൃദയത്തിന്റെ ഐക്യം അല്ലാതെ അവിടെ പോയിട്ട് ഹദീസ് പറയല. ഇപ്പുറത്തുനിന്നാണ്ട് ഒരു മനുഷ്യന്റെ ഒപ്പം കൈ കെട്ടാൻ പോലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാൻ പോലും മാനസികമായി ഐക്യമില്ലാത്തവരാണ് നമ്മളെങ്കിൽ അവിടെ നമ്മുടെ റമദാൻ നമ്മൾ കുറ്റമായിട്ട് പറയില്ല, ഒരിക്കലും നിരാശപ്പെടുത്താനല്ല. നമ്മുടെ മനസ്സിന്ന് മാറ്റം ഉണ്ടാകണ്ടേ? ഈ റമദാൻ നമ്മൾക്ക് അനുകൂലമായി ശുപാർശ പറയണം. അതിന് നമ്മൾ ഈ റമദാൻ സലാം പറയുന്ന ബന്ധെങ്കിലും ആക്കിയെടുക്കണം. ഞാൻ വീണ്ടും പറയാണ്, സലാം പറയുന്ന മലക്കല്ല, പച്ച മനുഷ്യരാണ്. നമ്മൾ ഉപദ്രവിച്ചവരുണ്ട്, ഇങ്ങോട്ട് കളിയാക്കിയവരുണ്ട്, ചതിച്ചവരുണ്ട്, വഞ്ചിച്ചവരുണ്ട്. ഞാൻ 100% അംഗീകരിക്കുന്നു. ഞാൻ ഇന്ന ഉൾപ്പെടുത്തി പറയാൻ അംഗീകരിക്കുന്നു. നമുക്ക് എല്ലാവരും വീട്ടിൽ പോയി പറയാനോ ചിലപ്പോൾ ആലിംഗം ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞോന്നില്ല, നമ്മൾ മനുഷ്യരാണ്. പക്ഷെ ഒന്നുണ്ട്, ലാ യജൂസുൽ മുസ്ലിം, ഇതാണ് ഹദീസ്, മുസ്ലിമിന് അനുവദനീയല്ല. അപ്പൊ പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണുണ്ട്, അർശിന്റെ തണലുണ്ട്, സിറാത്തുണ്ട്, മീസാനുണ്ട്. പരലോകത്ത് ഒറ്റക്കൊറ്റക്ക് നിൽക്കേണ്ടി വരും എന്ന് 100% വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അനുവദനീയമല്ല.
മറ്റൊരാളോട് തെറ്റി നിൽക്കൽ, തയ്യാം 3 ദിവസത്തിലപ്പുറം, 3 ദിവസം മനുഷ്യനാണ് എന്ന പരിഗണന. ദേശം വൈകുന്നേരം മുതലൊക്കെ ഇറങ്ങുന്നില്ല. അല്ല പറഞ്ഞു 3 ദിവസം ഞാൻ ഉണ്ടാക്കിയാണല്ലോ നിങ്ങളെ, 3 ദിവസം ഒക്കെ. അതിന്റെ അപ്പുറം നിങ്ങൾ സലാം പറയണ ബന്ധം ഉണ്ടാക്കണം. സലാം പറയണം. അതല്ലാതെ സഹോദരങ്ങളെ ഇവിടെ നടക്കുന്നത് അറിയാം. ഞാൻ എന്നെ പറ്റിയിട്ട് പറയാം. ഇവിടെ നടക്കുന്നത് അറിയോ, എല്ലാവർക്കും ഇഷ്ടം, ഞാനടക്കം എല്ലാവർക്കും ഇഷ്ടം തരും. റമദാനിൽ ചെയ്യേണ്ട പുണ്യകർമ്മങ്ങൾ 1, 2 ഇങ്ങനെ എണ്ണി പറയാം. അത് നമുക്ക് ഇഷ്ടമാണ്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ആ പുണ്യകർമ്മങ്ങൾ സ്വീകരിക്കാൻ ഇന്നാലിന്ന കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കഴിയാതെ വരികയാണ്. അത് നമുക്ക് ഇഷ്ടമല്ല. നബി ആദ്യം പഠിപ്പിച്ചത് അതാണ്. റമദാന്റെ ബേസിക് അതല്ലേ. റമദാന്റെ ബേസിക് പട്ടിണിയാണെങ്കിൽ അറിയാതെ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയണ്ടേ? റമദാന്റെ ബേസിക് നമ്മൾ ഈ വൈകുന്നേരം വരെ ഫുള്ളാക്കുന്നതാണെങ്കിൽ അറിയാതെ ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയണ്ടേ? കാരണം വയറുമായി ബന്ധപ്പെട്ട 2 പ്രവർത്തനം നടക്കുന്ന അവിടെ. ലൈംഗികതയാണ് ഏറ്റവും പ്രധാനമെങ്കിൽ സ്വപ്നസ്ഖലനം സംഭവിച്ചാലും നോമ്പ് മുറിയണ്ടേ? അറിയാതെ ഭക്ഷണം കഴിച്ചാലോ അറിയാതെ ഛർദ്ദിച്ചാലോ സ്വപ്നസ്ഖലനം സംഭവിച്ചാൽ നോമ്പ് മുറിയില്ല. അറിഞ്ഞിട്ടോ അറിയാതെയോ മറ്റൊരാളെ വാക്കാനെ തെറിച്ച നോമ്പ് മുറിയും. അപ്പൊ നോമ്പിന്റെ ബേസ് എന്താ? അറിഞ്ഞിട്ടോ അറിയാതെയോ ഞാൻ മറ്റൊരാളെ പൈസ ചാമ്പിയാൽ നോമ്പ് മുറിയും. അപ്പൊ നോമ്പിന്റെ ബേസ് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായൊരു മാറ്റാൻ, ആ മാറ്റത്തിൽ ഒന്ന് ഹൃദയവിശുദ്ധിയുടെ ബേസ്. നമ്മുടെ മനസ്സിൽ ഒരു മനുഷ്യനോടും പകയില്ല എന്ന് ഉറപ്പായിട്ട് മണ്ണിന്റെ അടിക്കാൻ പോണം. എനിക്കൊന്നും ഓർമ്മയുണ്ട്, ജേട്ടനഞ്ജനി തെറ്റി 9 കൊല്ലം തെറ്റി. ജേട്ടന് സ്ട്രോക്ക് എന്തോ ശാരീരികമായി ഭയങ്കരമായ അസുഖം പെട്ടെന്ന് വന്നു. 9 കൊല്ലം തെറ്റിയാന്ന് 9 കൊല്ലത്തിനിടയ്ക്ക് ഇവർക്ക് അഞ്ജലി ചെറിയ കുട്ടിയൊക്കെ ഉണ്ടായിക്കണ്. ഏട്ടന്റെ നാട്ടിലെടുത്ത് തന്നെയാണ്. പറഞ്ഞേക്കൂല. വീട്ടിലും ഇഫ്താർ സംഗമം നടക്കുകയാണെങ്കിൽ നാട്ടിലത്തെ എല്ലാവരും പോയിക്കും. എന്നിട്ട് പെരയില് മറ്റുള്ളവനെ കുറപ്പിച്ചിന്റെ കൂലിനെ പറ്റിയിട്ട് സംസാരിക്കും. അവനാന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരേ ചോരയിൽ പിറന്ന സ്വന്തം ഇക്കാക്കാനും പെങ്ങളും പോയിക്കൂല. 9 കൊല്ലം ജേട്ടൻ അസുഖം ഉണ്ടായി, മാരകമായി, ആശുപത്രിയിലായി. അപ്പൊ ബന്ധുക്കൾ എല്ലാരും കൂടിയിട്ട് പറഞ്ഞു, നോക്കി ഇക്കാക്കാക്ക് സീരിയസ് ആണ്, കാര്യമായിട്ട് ഡോക്ടർ ഇങ്ങനെ ഒരു പ്രതീക്ഷല്ലാത്ത രൂപത്തിലാണ് സംസാരിക്കുന്നത്. അത് അനിയനോട് എന്ന് പറഞ്ഞേ, ഒന്ന് പോയിട്ട് സലാം പറയണം കേട്ടോ, ഇനി നിൽക്കാൻ പറ്റില്ല, 10-9 കൊല്ലായില്ലേ. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അനിയൻ ആശുപത്രി പോകാൻ ജീവിതത്തിന്റെ അവസാന സമയമാണ് എന്ന് ഉറപ്പിച്ചിട്ട് ജേട്ടനോട് പോയി സലാം പറയാൻ പോകാൻ. അപ്പൊ നമ്മുടെ ജേട്ടന്റെ മക്കൾ പറഞ്ഞ വാചകമുണ്ട്, എളാപ്പ ഇങ്ങനെ വരികയാണ്. 9 കൊല്ലത്തിന് ശേഷം എളാപ്പനോട് സലാം പറയാൻ അവസരം കിട്ടില്ല. കാണും ഉണ്ടാനേക്കൂല, ബാപ്പ തിരിച്ചും സമ്മതിക്കൂല. എളാപ്പ ഇങ്ങനെ വന്നു. ഞങ്ങളുടെ സ്വന്തം ബാപ്പ ആശുപത്രിയിൽ കിടക്കുകയാണെന്നുള്ള ദുഃഖത്തോടൊപ്പം തന്നെ എളാപ്പാനെ 9 വർഷത്തിന് ശേഷം വർത്താനം പറയാൻ കിട്ടിയതിലുള്ള സന്തോഷം കെട്ടിപ്പിടിച്ചു. ഏട്ടന്റെ മക്കൾ പറയാൻ നേരെ ഏട്ടന്റെ അടുത്ത് ചെന്ന് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം തല താഴ്ത്തിങ്ങനെ അനിയങ്ങനെ ഇറങ്ങിങ്ങനെ പോകും. ഒപ്പമുള്ള ആൾക്കാർ എന്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല. എന്നാലും എന്തേ? ഒന്നുമില്ല, ഞാൻ പറയണം എന്താണ്, ഞാൻ ഇക്കാക്കാണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. കാക്ക ഈ ചത്തോ നോക്കാൻ വേണ്ടി വന്നതാണല്ലേ, ബാക്കി പോലും നിങ്ങളോട് പറയാൻ പറ്റില്ല, തെറിയന്റെ കാക്ക പറഞ്ഞത്. നമ്മുടെ 75 അല്ലെങ്കിൽ 65 വയസ്സേക്ക് സ്ട്രോക്ക് വന്ന് നാളെ മറ്റന്നാളോ പോകും എന്നുള്ളവർക്ക് പോലും ഒരു സ്വന്തം രക്തം വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയാത്തോണ്ട് കഴിഞ്ഞിട്ടടാ നമ്മൾ ഇത്രയും കാലം തെറ്റി നിന്നിട്ട് എവിടുക്കാടാ പോകാനത് കെട്ടിപ്പിടിക്കുന്നതിന് പകരം സലാം പറയുമ്പം ചരക്കാതെ പോടാന്ന് പറയണമെങ്കിൽ ആ മനസ്സിൽ എത്ര നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ നമ്മളെ പറ്റി പറയുന്നത് നമ്മൾ പുറത്ത്, ഞാൻ ഇന്നെ പറ്റി പറയാൻ നമ്മൾ പുറത്തൊക്കെ വിടും. നമ്മൾ മണ്ണിന്റെ അടിക്ക് പോകണ്ടല്ലേ. നമ്മളിപ്പോ ഞാൻ കഴിഞ്ഞ ചന്ദ്രപുരം ക്ലാസ്സിലിപ്പം പറഞ്ഞു, ഇപ്പൊ നമ്മളെ ലോകത്തെ ഏറ്റവും വലിയ വിദ്യ ആരറിയോ? ലോകത്തെ ഏറ്റവും വലിയ വിദ്യ ദുനിയാവിന്റെ വാശിക്കും ഈഗോക്കും അവനാന്റെ താല്പര്യത്തിനും വേണ്ടി സ്വർഗം കളയുന്നവരെക്കാളും ലോകത്തെ പമ്പര വിദ്യയില്ല. ഞാൻ മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ ബന്ധുക്കളിൽ നിന്നും മരണപ്പെട്ടു പോയെന്ന് മനസ്സിൽ കൊണ്ടുവരും. അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അവര് മണ്ണിന്റെ അടിയിലല്ലേ.
ഓക്കെ, അവർക്ക് ഇപ്പൊ എന്താ പണി? നിങ്ങൾ എന്തെങ്കിലും കിടക്കണീന് മുന്നേ ആലോചിക്കണോ? എന്റെ വാപ്പാന്റെ വാപ്പിയമ്മയും ഉമ്മാന്റെ വാപ്പിയമ്മയും ഭാര്യന്റെ വാപ്പിയമ്മയും 3 വാപ്പിയമ്മയും മരിച്ചു. നമ്മളൊക്കെ ഉണ്ടാവൂലേ ഇഷ്ടപ്പെട്ടവരൊക്കെ, അവർക്ക് മണ്ണിന്റെ അടിയിൽ എന്താ പരിപാടി? അവർക്ക് ടൂറുണ്ടോ, നോമ്പുണ്ടോ, സൽക്കാരുണ്ടോ, കല്യാണുണ്ടോ, അവർക്ക് യാത്ര ഉണ്ടോ? അവർക്ക് എന്താ പരിപാടി? ഓല് രാവിലെ മുതൽ വൈകുന്നേരം വരെ കടക്കുക. എന്തിന്? ഒന്നുകിൽ ഈ ദുനിയാവിൽ പടച്ചോൻ വർണ്ണമായി ജീവിക്കുക വഴി നബിയുടെ ഖബറിലേക്ക് തുറന്നു വെച്ച സ്വർഗത്തിന്റെ ഒരു കവാടം അവരുടെ ഖബറിലേക്ക് രാവിലെ വൈകുന്നേരം തുറന്നിട്ടുണ്ടാവും. ഒരു പ്രാർത്ഥിക്കുണ്ടാവും, പടച്ചോനെ അന്ത്യനാളും അതുവഴി സ്വർഗവും പെട്ടെന്ന് വരയണമേ. 2, പടച്ചോൻ വർണ്ണ പോലെ ജീവിക്കാത്തത് വഴി ഫിർഔന് തുറന്നെടുത്തൊരു കവാടം ഖബറിൽ രാവിലെ വൈകുന്നേരം തുറന്നിട്ടുണ്ടാവും. ഒരു കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടാവും, പടച്ചോനെ ഇത് തന്നെ സഹിക്കാൻ വയ്യ, നരകം നീ ഞങ്ങളിലേക്ക് എത്തിക്കല്ലേ, അന്ത്യനാട് വരല്ലേ. എത്ര കൊല്ലത്തിന്റെ പീഡന സമൂഹം അനുഭവിക്കണം. ഞാൻ ബാപ്പാരുടെ തന്നെ പറയണേ, സഹോദരിമാർ കേൾക്കണേ, നിങ്ങളോടും എത്ര കൊല്ലം തെറ്റി നിന്നീന്റെ പീഡനം ഒരു താഴ്ത്ത അനുഭവിക്കണം അറിയോ? 5 കൊല്ലം. എത്ര കൊല്ലം അനുഭവിക്കണം? എത്ര കൊല്ലം മണ്ണിനെ ഞാൻ ചെക്കേണ്ടാടിന്ന് മരിച്ചുപോയി. പിന്നെ എന്റെ വീട് ചന്തക്കുന്നാണ്, അവിടുത്തെ വെള്ളിക്കലായിരിക്കും മറമാട്, അവിടുന്ന് ആണ് മരിക്കണം ഇൻഷാ അല്ലാഹ് മറമാടി. അന്ത്യനാൾ വരെ ഞാൻ മണ്ണിന്റെ അടി കിടക്കേണ്ടി വരും ശിക്ഷ അനുഭവിച്ചിട്ട്. ഞാൻ എന്റെ കാക്കയോട് മുണ്ടാനും കാക വേണ്ടി 3 മിനിറ്റാണ്. 3 മിനിറ്റാണ് ഇക്കാക്ക ഫോൺ കക്കാക്ക നമ്മളെ പോലെ എന്തെങ്കിലും ഉണ്ട് ഇൻഷാ അല്ലാഹ് പൊരുത്തപ്പെടണ്ടോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഈഗോ ഉണ്ടല്ലോ, അത് താഴ്ത്തുകണ വെച്ചാൽ നബിക്ക് തുറന്നുവെച്ച ഒരു സ്വർഗത്തിന്റെ കവാടം കുത്തുവടിയിക്കും. ആ ഈഗോക്ക് വേണ്ടി ഞാൻ മുണ്ടാതെന്നാൽ 3 അല്ലേക്കും ഉണ്ടാക്കിണ്ടാവുക, 5 അല്ലേക്കും, അങ്ങനെ ഞാൻ മരിച്ചിട്ടുണ്ടാവും. അന്ത്യനാൾ വരെ 1000 കൊല്ലണ്ടെങ്കിൽ 1000 കൊല്ലം പിന്നെ നരകൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ലോകത്ത് അവനാന്റെ ഈഗോക്ക് വേണ്ടി അള്ളാന്റെ കൽപ്പനയെ മറികടക്കുന്നവരെക്കാളും വലിയ വിഡ്ഢി ലോകത്തില്ല എന്ന് പറയുന്നത്. സോളെ ചെയ്യണം, നമ്മൾ റമദാനോട് മാറണം. ഞാനും നിങ്ങളും മാറണം. അത് നമ്മളെ പൈസക്കാരന് വേറെ നിയമം, കൂലിപ്പണിക്കാരന് വേറെ നിയമം, മാഷന്മാർക്ക് അങ്ങനെ ഒന്നും ഇസ്ലാമില്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കി. നമ്മൾ മുതലാളിയാണല്ലോ, അത് നോമ്പ് വന്നിട്ട് പറയണ്ടേ. നമ്മുടെ അമല് സ്വീകരിക്കണോ, നമ്മൾ തീരുമാനാകണം. ഞാൻ ഒറ്റ സംഭവം കൂടി പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാൻ. പ്രവാചക സ്വദേശം മദീന പള്ളി ക്ലാസ് എടുക്കാൻ. ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസിന്റെ ഇടയ്ക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇറങ്ങിപ്പോയി. അദ്ദേഹം തിരിച്ചു വന്നപ്പോഴാണ് ക്ലാസ് ഏകദേശം കഴിഞ്ഞപ്പോൾ നബി ചോദിച്ചു, അബൂ ഹുറൈറ ഈ എടുക്കാൻ പോയത്, റളിയല്ലാഹു അൻഹു ഈ എടുക്കാൻ പോയത്? നിങ്ങളെന്താ ക്ലാസ് പറഞ്ഞത്? നിങ്ങൾ ക്ലാസ് പറഞ്ഞത് ഖുർആന്റെ ആയത്ത് നോക്കിയിട്ട് നിങ്ങൾ ആരോടെങ്കിലും ബന്ധം മുറിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അള്ളാന്റെ ശാപമുണ്ട്. റസൂലുള്ളാഹി കൂടി ആയിട്ടുണ്ടായും അല്ലദീന യൻഖുലൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖി. ബാക്കിയാണ് വിഷയവുമായി ബന്ധപ്പെട്ടത്. വയഖതഉന മാ അമറല്ലാഹു ബിഹി അൻ യുസല വയഫ്സിദുന ഫിൽ അർദ് ഉലൈക ഹുമുൽ ലഅന വലഹും അസ്ഉബാ. അല്ലാഹ് പറഞ്ഞ ഏതെങ്കിലും ഒരു ബന്ധം മുറിച്ചു കളഞ്ഞ് ഈ ദുനിയാവിൽ മരിച്ചുപോയ ആളുകൾ, ഉലൈക ഹും അൽ ലഅന. തഫ്സീറത്ത് വായിച്ച കിട്ടും, അൽ ലഅന എന്നാണ്, വെറും ലഅനല്ല, ലഅനത്തെന്ന ശാപം. അൽ ലഅന മഅന ലഅനത്തുല്ലാഹ്, ലഅനത്തുൽ മലായിക, ലഅനത്തുൽ അംബിയാ വലഅനത്തു ജമീഉൽ മുഅ്മിനീൻ. അള്ളാന്റെ അമ്പിയാക്കന്മാരുടെ മലക്കുകളുടെ മുഴുവൻ സത്യവിശ്വാസികളുടെ ഈ ശാപം അവർക്കുണ്ടാവും. അള്ളാഹ് ഇളക്കി ചേർക്കണം എന്ന് പറഞ്ഞ ബന്ധം മുറിച്ചു കളഞ്ഞ് ഈ ദുനിയാവിന് മരിച്ചു പോയവർ വലഹും അസുഹുദ. ഓരോരോ തഹജ്ജുദും സ്വലത്തിയിട്ട് പരലോട്ട് വാ, ഒരു സ്വർഗം കിട്ടുന്ന വേദിയത് അവർക്ക് നരകത്തിലേക്കായിരിക്കും പോകേണ്ടില്ല. ഞാൻ ഒരു കാര്യം പറയുന്ന നമ്മളെ എന്നോടടക്കാണ് പറഞ്ഞത്, ഞാൻ അതൊക്കെ പറഞ്ഞത് ഞാൻ മാറാതെക്കാനാണ്, നിലവിലുള്ള അവസ്ഥയിൽ മാറാതെക്കാനാണ്. നമുക്കെല്ലാ രസവും കളിയും ചങ്ങായിമാരൊക്കെ വെക്കും. നമ്മളെ മയ്യത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് വെക്കും. നമ്മളെ മയ്യത്ത് ഇവിടെ കൊണ്ടുപോയി ഈ കെട്ടിയങ്ങാടി കൊണ്ട് ഇവിടെ കൊണ്ടു വെക്കുമല്ലോ. എനിക്ക് 3 കുട്ടികൾ, 2 പെൺകുട്ടി ആൺകുട്ടിയും. അൽഹംദുലില്ലാ. എന്റെ മകനാണെങ്കിൽ അവൻ വന്നിട്ട് ബാപ്പയായി ഞാൻ മരിച്ചാൽ വന്നിട്ട് മൈക്കൻ വന്നിട്ട് പറയും, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു, ഇതിനെ പറ്റിയിട്ടാണില്ല, മരിച്ചു, വാപ്പാന്റെ സാമ്പത്തിക മക്കളായി ഞങ്ങൾ ഏറ്റെടുക്കും. അടുത്ത വാചകം എന്താ പറയാ? നമ്മളെ മരിച്ച നമ്മളെ മക്കൾ എന്താ പറയാ? വാപ്പ ആരോടെങ്കിലും പിണങ്ങുകയോ തെറ്റി നിൽക്കുകയോ സംസാരത്തിൽ വല്ലതും സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വാചകാട്ടോ, ഉപ്പയുടെ പരലോക രക്ഷക്കായി നിങ്ങൾ അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു കൊടുക്കണമെന്ന്
വിനീതമായി ഈ അവസരത്തിൽ അപേക്ഷിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഇസ്ലാമിന്റെ ഔറഫാണ്, നാട്ടുമര്യാദയാണ്, വിരാക്കൊന്നല്ല, നബിന്റെ കാലത്തൊന്നുമില്ല. പക്ഷെ നമ്മളത് പ്രത്യേക പുണ്യമായിട്ട് ചെയ്യേണ്ട സംഗതി എന്നല്ല, ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മരിച്ചു കിടക്കണ എന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടി നാട്ടിലത്തെ ഈ നൽകുരുത്തി എന്റെ ബന്ധുക്കാരൊക്കെ എനിക്ക് കൊടുത്തില്ല. എനിക്ക് അല്ലാഹു ഒരു 60 കൊല്ലം എനിക്ക് ജീവൻ തന്നീനല്ലോ. അപ്പൊ ഈ ആയത്തോ ഹദീസും ഈ കടക്കലിനെ പറ്റി എനിക്ക് ബോധം തന്നെയല്ലോ. ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉൻ, ഏതെങ്കിലും ഒരു ബന്ധം മുറിച്ച് മരിച്ചു പോയവന് സ്വർഗ്ഗല്ല എന്നുള്ളത് മിമ്പർമെന്ന് കേൾക്കാത്ത ഒരൊറ്റ റമദാനോ ഒരൊറ്റ മാസമോ ജീവിതത്തിൽ ഇല്ലാന്നിട്ടില്ലല്ലോ. അപ്പോഴൊക്കെ ഈ കുടുംബക്കാർക്കും നാട്ടുകാർക്കും തെറ്റുകൾക്കൊന്നും കൊടുത്തു കൊടുക്കാത്ത ഞാനൊരു മരിച്ച് മയ്യത്തായിട്ട് വരങ്ങലിച്ചിങ്ങനെ കിടക്കുമ്പോ നാട്ടിലത്തെ മുഴുവൻ ആൾക്കാർ ഇന്ന സ്വർഗത്ത് പോകാൻ വേണ്ടി എനിക്ക് കൊടുക്കാൻ അത് എന്ത് ന്യായമുണ്ട്? ഇരിക്കുന്ന സ്വർഗത്തെ പറ്റില്ലാത്ത വേജാറാണോ എന്റെ മകന് നാട്ടുകാരെ കൊണ്ടൊക്കെ വീട്ടിൽ കുടിക്കുന്നുണ്ടാക്കേണ്ടി? അതെന്തിനാ ബോധപൂർവം പറഞ്ഞറിയോ? അയിമക്ക് നിൽക്കരുത്, അതുമ്മക്ക് നിൽക്കരുത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മള് നേരിട്ട് ചെയ്യാൻ പറ്റുന്നത് നേരിട്ട് പോയി അസ്സലാമു അലൈക്കും എന്ന് പറയാം. വീട്ടിൽ പോകാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അറ്റ്ലീസ്റ്റ് പറയട്ടെ, അറ്റ്ലീസ്റ്റ് ഫോണെങ്കിൽ എടുക്കുക, അസ്സലാമു അലൈക്കും, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പൊരുത്തപ്പെടട്ടോ, പടച്ചോൻ അത് പരലോകത്തിന്റെ ഒക്കെ വെക്കുക. നേരിട്ട് കാണുമ്പോൾ സലാം പറയണ ബന്ധെങ്കിലും ഉണ്ടാകുക. അപ്പൊ ഇത് പറയുമ്പോ ഇത് ചെയ്യാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കായിക ഉണ്ടല്ലോ, ശരിക്കും സമ്മതിക്കാൻ മനുഷ്യനാണ്. ആ സമ്മതിക്കായികക്കാണ് നമ്മുടെ ഇഷ്ടം എന്ന് പറയാം. ചെയ്യണം എന്നുള്ളത് അള്ളാന്റെ ഇഷ്ടമാണ്. നമ്മൾ നമ്മുടെ മനസ്സും നമ്മുടെ ചങ്ങായിമാരൊക്കെ പറഞ്ഞതിന് ഓപ്പോസിറ്റായി അള്ളാഹു പറയുന്നത് കേൾക്കുമ്പോഴാണ് ഖുർആന്റെ ആയത്ത് കേട്ടോ. പടച്ചവന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടി വരും, ചേലാകർമ്മം ചെയ്യാത്തവനായി, പരിപൂർണ നഗ്നനായി, ചെയ്തു വെച്ച പാപങ്ങളുടെ അടിസ്ഥാനത്തിൽ മുട്ടുവരെ അരവരെ മൂക്കറ്റം വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് എന്റെ നെടുവീർപ്പ് മാത്രം കേൾക്കുന്ന ഭയചകിതനായ അവസ്ഥയിൽ ഞാൻ നിൽക്കേണ്ടി വരുമ്പോ, അങ്ങനെ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ഭയത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ച് പടച്ചോ പറഞ്ഞൊരു കാര്യം ചെയ്താൽ, സലാം പറഞ്ഞാൽ, പൊരുത്തപ്പെടിപ്പിച്ചാൽ, തൗഹീദും ആരാധന ഉണ്ടെങ്കിൽ ഓന്റെ പേരിൽ അവരുടെ പേരിൽ അള്ളാഹ് സ്വർഗ്ഗം എഴുതിയേക്കും. ജീവിച്ചീന അർത്ഥം ഉണ്ടാവും. മറ്റിങ്ങനെ പറയാ പണ്ട് ഒരു വാപ്പ മരിക്കാൻ നേരത്ത് വസീയത്തിനെ പറ്റി കുത്തു പറഞ്ഞപ്പോഴേ വസീയത്ത് ജീവിതത്തിൽ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ സംഗതികൾ പറഞ്ഞപ്പോ ഒരു കുട്ടി എന്നിട്ട് നിന്റെ വാപ്പനോട് വസീയത്തായി പറഞ്ഞത്, വാപ്പ മരിക്കും വരെ താത്താനോട് സലാം പറഞ്ഞിട്ടില്ല, മകനും അങ്ങനെ തന്നെയാണെന്നാണ് വാപ്പാന്റെ ബോധ്യം. വാപ്പാന്റെ വസീയത്താണ് മരിച്ചാൽ നേരത്തെ. വാപ്പ 5-8 കൊല്ലമായിട്ട് പെങ്ങളോട് മുണ്ടിയിട്ടില്ല, മക്കളായെങ്കിലും അങ്ങനെ തന്നെ തുടങ്ങുന്നതാണ്. വാപ്പക്ക് വസീയത്തൊന്നും പൂർത്തിയാക്കണ്ടല്ലോ, ഓൾറെഡി നേരെ പോക്കന്നെ അവർക്കെല്ലാം പറയുന്നത് പോലും ആറാമാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഞാനടക്കം മാറാണ്ട്, ക്ലാസ്സിന് ശേഷം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ബിസ്മി ചൊല്ലി തുടങ്ങുക, ഭയങ്കര സന്തോഷം കിട്ടും. നമുക്ക് കാണും തോന്നും. 5 ദിവസം കഴിഞ്ഞ് നമുക്ക് എന്നെ പടച്ചോനെ ഇനി സമാധാനത്തിൽ നിസ്കരിക്കാം, ഇനി ഒരു കുത്തുകൾ ഇന്നട്ട് കുത്തുന്ന പോലെ തോന്നൂല. മറ്റേ നമുക്ക് തോന്നും റമദാൻ കഴിഞ്ഞ് പെരുന്നാൾക്ക് പോകുമ്പോഴും കാണാം, പെരുന്നാളിന്റെ കുത്തുകൾ ഇത് കേൾക്കാം. അപ്പൊ നമുക്കിങ്ങനെ നിരാശ തോന്നും. എവിടുക്കാൻ നമ്മൾ നിരാശപ്പെട്ട് ആകെ നമുക്ക് ഇപ്പൊ തന്നെ തിമിരത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു, മുട്ടുകാലിന്റെ വേദന തുടങ്ങി, കിടക്കാൻ തുടങ്ങി, കണ്ണിക്ക് ഇരിക്കാറാൻ തുടങ്ങി, മക്കളോടൊക്കെ ഇങ്ങനെ വളർന്നു കഴിഞ്ഞാണ്. ഞങ്ങളൊക്കെ പന്തളിച്ചിന്റെ കാലത്ത് ഞങ്ങളൊക്കെ അങ്ങനെ പറയാൻ പറയാം, എന്റെ അപ്പം പറയും ഒന്നിനും കഴിയൂലാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്. ഞങ്ങളൊക്കെ ആയ കാലത്ത് ഇങ്ങനെ നെൽമ്പൂരന്റെ കാലം അറിയോ, നമ്മളൊക്കെ ഒന്നും കഴിയൂലാണ്. അവിടേക്ക് എത്തി നമ്മള്. ഇനി ആകെ കുറച്ച് കാലമുള്ളൂ നമ്മളെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുക. രണ്ടാമത്തത് കൂടി പറഞ്ഞാണ് അവസാനം. 2, ഹൃദയവിശുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബന്ധങ്ങളിൽ ബാപ്പിയും നമ്മളെ ശപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ചങ്ങായി 4-5 ആളെ കൊന്നയില് ഓന്റെ ഉമ്മാനെയും കൊല്ലാൻ നോക്കിയല്ലോ. നിങ്ങൾ ആരെങ്കിലും സ്വന്തം ഉമ്മാനെ കൊല്ലാൻ നോക്കിയല്ലോ. ഉമ്മാനെ കൊല്ലാൻ നോക്കിയിട്ട് ഉമ്മ പടച്ചോൻ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു പോലീസ് എൻക്വയറി നടന്നപ്പം മാറി ആ ഉമ്മാണ്ട് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്താ നമ്മൾ അമ്മ പറഞ്ഞത്? ഞാൻ കട്ടിൽ മന്ന് വീണതാണ്.
സ്വന്തം മകൻ കുടുംബത്തിനെ നാമാവശേഷമാക്കി അതിനിഷ്ഠൂരമായി കൊന്ന് അതേ കുട്ടി ഉമ്മാനും കൊല്ലാൻ നോക്കിയിട്ട് അത് നേർക്കുനേർ അനുഭവിച്ചിട്ട് ഓൻ എത്ര കൊല്ലാൻ നോക്കിയാലും സാരല്ല, ഓനെ പോലീസ് ഓടിക്കണതും ഓൻ ജയിലിലുണ്ടാവും, ഓനൊരാൾ അടിക്കണതും. അങ്ങനെയാണ് സത്യത്തിൽ നമ്മളെ വാപ്പിയും. സത്യത്തിൽ നമ്മളെ വാപ്പിയും എങ്ങനെയാണ്? ഇപ്പൊ മുതിർന്ന ആൾക്കാർക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ വലുതായിട്ട് നമ്മളെ വാപ്പിയും എന്തേലും. ഞാൻ പാലക്കാട് ഒരു ക്ലാസ്സിന് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഞാനെന്റെ കൂട്ടുകാരനുണ്ട്. അപ്പം നമ്മളെ ഭയങ്കര ചൂടുള്ള സമയത്തേക്ക് പാലക്കാട് പ്രത്യേകിച്ച് നമ്മളെക്കാളും ചൂടാണ്. ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. 2:30 മണി സമയമാണ് അന്ന്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി വണ്ടി കാറിങ്ങനെ എന്താ മുന്നേക്കെ AC ഉള്ള ഹോട്ടൽ തെരഞ്ഞെടുക്കി കയറിയതാ. ചൂടോണ്ട് വണ്ടിയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയോണ്ട് പുറത്ത് ഒരു മെലിഞ്ഞൊരു സാധു ഒരു ഒരു മനുഷ്യനെ നിൽക്കുന്നു ഹോട്ടലിന്റെ ബോർഡും കൊണ്ട്. അപ്പൊ നോക്കുമ്പോൾ അദ്ദേഹം ഞങ്ങൾ നോക്കുമ്പോൾ ചെരുപ്പില്ല. ചെരുപ്പിന്റെ പകരം അദ്ദേഹം നമ്മുടെ ഈ വെള്ളം ഉണ്ടല്ലോ, വെള്ളം പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അങ്ങനെ വെള്ളം പ്ലാസ്റ്റിക് അത് അദ്ദേഹം ഒരു കാലിന്റെ അടിയിൽ ഇങ്ങനെ വെച്ച് ടൈമ ചവിട്ടി നിൽക്കുകയാണ്. താഴ്ത്ത റൂട്ടില് കാല് കൊള്ളിയിട്ട് നിൽക്കാൻ കഴിയാതെ അയാൾ ഇങ്ങനെ ആ കവർമാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കാലിങ്ങനെ കുഴങ്ങുമ്പോൾ അടുത്ത കാലിങ്ങനെ പൊന്തിച്ചാണ്ട് വെയിലിങ്ങനെ അടിച്ചിട്ട് നമുക്ക് വണ്ടിയിൽ ഏസിട്ടിട്ട് ഇരിക്കാൻ കഴിയാം. അവിടെയാണ് ആ സാറ് മനസ്സിൽ ഹോട്ടലിന്റെ ബോർഡ് കൊണ്ടിങ്ങനെ കയ്യർത്ത് മേനിങ്ങനെ കാണാം ഷർട്ടിന്റെ ഉള്ളിൽ കൂടെ. അപ്പോ ഇങ്ങനെ വണ്ടിങ്ങനെ തിരിക്കാൻ നേരത്ത് അദ്ദേഹം ഇങ്ങനെ കാണിച്ചിരുമ്പോ നമ്മുടെ കയ്യിലുള്ള ചെറിയ എല്ലാരും ചെയ്യണ പോലെ ചെറിയൊരു പൈസ അങ്ങനെ കൊടുത്തു. ഞാൻ ഇന്നും അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ ആലോചിക്കാണ്. ആ പൈസ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ എന്നാണ് ഒറ്റ കരച്ചില്. ഇങ്ങനെ എന്നാണ് കരഞ്ഞു. ഞാൻ എൻ്റെ ഒപ്പമുള്ള ആളോട് പറഞ്ഞു, പൊന്നാര കാക്ക, അദ്ദേഹം സത്യത്തിൽ ഒരു വെയിലത്ത് ഇങ്ങനെ നിൽക്കാതെ ഒറ്റ കാരണേ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന് 1-2 കുട്ടികളുണ്ടാവും, പഠിക്കണം അല്ലെങ്കിൽ കല്യാണം കഴിക്കാനുണ്ടാവും. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സാധു നിൽക്കുന്നത്. നമ്മുടെ മേനി നാസ്തി കൂടെ കാണാൻ മതി, ഷർട്ടിന്റെ പുറത്തേക്ക് കാണാം. ഇവിടെ ഈ കനോലി റോഡ് കൂടെ പോകുമ്പോ ചിപ്സിന്റെ പാക്കറ്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് മനസ്സിൽ ഭയങ്കര സങ്കടമുണ്ട്. ഓരോ നമ്മളിങ്ങനെ ആയിരിക്കാൻ വേണ്ടി വണ്ടി ഇങ്ങനെ നിർത്തുമ്പോ വീൽ ചെയർ വളർത്തി ഒരു സ്റ്റേജ് ബാപ്പ് ഒരു പൈസ ഇല്ല സോണെ. അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ മുതിർന്നവരെന്റെ മുന്നിൽ എന്നാലും മക്കൾ കൂടി ഉണ്ടെന്ന് പറയാം. ഒരു കാരണവശാലും ബാപ്പാന്റെയും ഉമ്മാന്റെയും സങ്കടം